ഞാനിപ്പോൾ നിൽക്കുന്ന പ്രദേശം എന്ന് പറയുന്നത് ചൂരൽമല പുഴയുടെ ഓരത്താണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ ഒരു മരം പുഴയിലേക്ക് കടപുഴകി വീഴുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മേലെ മുണ്ടക്കയിൽ 2019 പ്രളയകാലത്ത് ഉരുൾപൊട്ടൽ ഉണ്ടായിരുന്നു. ആ ഉരുൾപൊട്ടൽ ഉണ്ടായ മേഖലയിൽ വീണ്ടും മലയിടിച്ചിലുണ്ടായി. അതേ തുടർന്ന് ഈ പുഴ ചുവന്നൊഴുകുകയാണ്. നേരത്തെ തെളിനീരൊഴുകുന്ന പുഴയാണിത്. ഈ പുഴയാണ് ഈ തരത്തിൽ ചുവന്ന് ഒഴുകുന്ന സാഹചര്യമുള്ളത്. ഇന്ന് പുലർച്ചെയാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. റവന്യൂ അധികൃതരും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇവിടെ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. ഇതിന് അടുത്ത പ്രദേശമാണ് ഈ പുത്തുമല എന്ന് പറയുന്നത്. നേരത്തെ വലിയ ഉരുൾപൊട്ടലും അതുമായി ബന്ധപ്പെട്ട് നിരവധി ജീവനുകൾ നഷ്ടപ്പെട്ട അനുഭവമുള്ള പ്രദേശമാണ് ഈ പുത്തുമല എന്ന് പറയുന്നത്. സ്വാഭാവികമായും ഈ നാട്ടുകാരെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ആശങ്കയുണ്ടാകും. പലരും പുലർച്ചെ ഉറങ്ങിയിട്ട് പോലും ഇല്ല. 2018-19 കാലഘട്ടത്തിലുള്ള പോലെ തന്നെ ഇന്നലെ 2:30 മുതൽ ഈ മുണ്ടക്കൈ വരുന്ന പുഴയാണിത്. ഈ വെള്ളം കവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ ജനങ്ങളൊക്കെ തന്നെ 2018-19 കാലഘട്ടത്തിൻ്റെ ആ പേടി സ്വപ്നം ഇതുവരെയും മാറാതെ ഈ വെള്ളം കണ്ടപ്പോൾ വളരെയധികം ഭീതിയിലാണ്. കുറേ ആളുകളെ മാറ്റി താമസിച്ചിട്ടുണ്ട്. എന്നാലും മുണ്ടക്കൈ പ്രദേശത്ത് കുറച്ചായി പൊട്ടുന്നുണ്ട്. ആ പൊട്ടിയ ഈ പുഴ വലുതായി ഡബിളായി പോകും. അങ്ങനെ ഈ പ്രദേശത്ത് കുറേ വീടുകളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. കുറേ തിണ്ടുകളൊക്കെ ഇടിഞ്ഞിട്ടുണ്ട്. പ്രദേശവാസികളൊക്കെ തന്നെ വളരെയധികം പേടി സ്വപ്നത്തിലാണ് ഉള്ളത്. പുഞ്ചിരിമട്ടം എന്ന് പറയുന്ന പ്രദേശമാണ്. അവിടെ ജനവാസ കേന്ദ്രമാണ്. അവിടെ അതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ആളുകളെ മാറ്റി പാർപ്പിക്കുന്ന നില ഉണ്ടായിട്ടുണ്ട്. വളരെ വലിയ രീതിയിലുള്ള ഒരു ദുരന്തം തന്നെയാണ് വയനാട്ടിൽ സംഭവിച്ചിരിക്കുന്നത്. മുണ്ടക്കൈ എന്ന് പറയുന്ന പ്രദേശത്താണ് ഉരുൾപൊട്ടലുണ്ടായത്. എത്ര വീടുകൾ ഒറ്റപ്പെട്ടു, എത്ര വീടുകൾ മണ്ണിനടിയിലായി എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിലൊന്നും ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. എന്തായാലും വലിയ ദുരന്തം ഉണ്ടായിരിക്കുന്നു. ഈ പ്രദേശവുമായി, മുണ്ടക്കൈ എന്നുള്ള പ്രദേശവുമായി ബന്ധിപ്പിക്കുന്ന ചൂരൽമല എന്ന് പറയുന്ന പ്രദേശമാണിത്. ചൂരൽമല ജംഗ്ഷനാണിത്. ഈ ചൂരൽമല ജംഗ്ഷനിലെ പാലം പൊട്ടിത്തകർന്നിരിക്കുകയാണ്. അതായത് ആ പ്രദേശം പൂർണ്ണമായും ഒറ്റപ്പെട്ട നിലയിലാണ്. ആ മേഖലയിലുള്ള ആളുകൾക്ക് ഇവിടേക്ക് ബന്ധപ്പെടാൻ പോലും കഴിയാത്ത വിധത്തിൽ ആ തരത്തിൽ കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അവിടെയാണ് ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നത്.